കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയെ സ്നേഹത്തെ അറിയിച്ചുകൊള്ളട്ടെ. ഇന്നത്തെ ദിവസം പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ അതിൻ്റെ 4ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുവാനും 2 വാക്ക് സംസാരിക്കാനും അവസരം ഒരുക്കി തന്ന ജഗദീശ്വരനോടും അതുപോലെ തന്നെ പത്തനംതിട്ട പ്രവാസിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊള്ളട്ടെ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പ്രവാസത്തിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നങ്ങളുടെ ചിറകിൽ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നമ്മളൊക്കെ പ്രവാസത്തിലേക്ക് വരുന്നത്. ഇവിടെ വന്ന് നമ്മൾ പ്രവാസികളായി തീരുന്നു. അത് കഴിഞ്ഞ് പ്രവാസികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നടുന്ന ചെടികൾക്ക് സമമാണ്. ചെടികൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നടുമ്പോൾ അതിന് 3 അവസ്ഥകളുണ്ടാകും. ചിലപ്പോൾ ഒന്ന് അത് നല്ലപോലെ മുളച്ച് വരും, ചിലത് ഇടയ്ക്ക് വെച്ച് വാടി നിൽക്കും, 3ാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അപ്പോൾ ഈ 3 അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ പ്രവാസികളെന്നൊക്കെ പറയുന്നത്. മുളച്ചു വരുന്നതിനെ പിന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അത് മുളച്ച് തന്നെ പോകും. കരിഞ്ഞു പോകുന്നത് കരിഞ്ഞു തന്നെ അവസാനിക്കും. എന്നാൽ ഇടയ്ക്ക് വെച്ച് പാതി കരിഞ്ഞു നിൽക്കുന്നതായ ചെടികൾക്ക് കിട്ടുന്നതായ സഹായം, അല്ലെന്നുണ്ടെങ്കിൽ ആശ്രയം, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്നതായ ഒരു കരുതൽ, അതാണ് സംഘടനകളെന്ന് പറയുന്നത്. നമുക്കറിയാം, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് പ്രവാസികൾ കടന്നു പോകുന്നത്. ജെയ്സൺ ബ്രദറാണ് എന്നെ ഈ പ്രവാസി അസോസിയേഷനിലേക്ക്, ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത്. പുള്ളി ഇവിടെ ഇല്ല. അന്ന് തൊട്ട് ഇന്ന് വരെ പത്തനംതിട്ട പ്രവാസി അസോസിയേഷനിൽ ഞാനും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ വളർച്ച ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഈ ബഹറിൽ, നമ്മുടെ ഈ സമൂഹത്തിൽ പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ചെയ്തതായ ഓരോ പ്രവർത്തനം നമുക്കറിയാം. ജോസഫ് ബർഫി തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: നിങ്ങളുടെ വിജയത്തിനും നേട്ടത്തിനും പിന്നിലൊരു തടസ്സമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മനസ്സിൻ്റെ ചിന്തയാണ്. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ, പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമല്ല, പ്രോത്സാഹിപ്പിക്കുന്നവരും കൂടെ ഉണ്ടായിരിക്കണം. പ്രോത്സാഹനം ആണ് ഏതൊരു സംഘടനയുടെയും വിജയം എന്ന് പറയുന്നത്. തമ്മിൽ അറിയുക, മനസ്സിലാക്കുക, സ്നേഹിക്കുക, സഹായിക്കുക, ഇതിലൂടെയാണ് ഓരോ സംഘടനയുടെയും വിജയം എന്ന് പറയുന്നത്. അങ്ങനെയാണ് പത്തനംതിട്ട പ്രവാസി അസോസിയേഷനും ഈ നിലയിലെത്തിയിരിക്കുന്നത്. ഇന്ന് പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ അതിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പത്തനംതിട്ട പ്രവാസി അസോസിയേഷനെ കുറിച്ച് ഇന്ന് എവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവർക്കും അറിയാം. കാരണം അവർ അത്രമാത്രം പ്രയത്നിച്ചിട്ടാണ് ഇവിടെ വരെ എത്താനെ കൊണ്ട് സാധിച്ചത്. പ്രിയമുള്ളവരെ, ഇതിൻ്റെ ഓരോ വളർച്ചയ്ക്കും മുന്നോട്ടുള്ള സാമൂഹിക, സാംസ്കാരിക, കായിക രംഗത്ത് ഒരുപാട് വളർച്ചയിലേക്ക് എത്തുവാനെ കൊണ്ട് സാധിക്കട്ടെ എന്ന്